എല്ലാറ്റിനോടും അദബ് വേണം. സ്ഥലങ്ങളോട് അദബ് വേണം, സമയങ്ങളോട് അദബ് വേണം, പള്ളിയോട് അദബ് വേണം, ഖുർആനിനോട് അദബ് വേണം. റമദാനാണ് വരാൻ പോകുന്നത്. ഖുർആനിനോട് അദബുള്ളവരാകണം. എത്രത്തോളം നമുക്ക് അദബുണ്ട്. കഴിഞ്ഞ റമദാനിൽ ഖുർആൻ ഓതി എടുത്തു വെച്ചവരാണ്. അടുത്ത റമദാനാകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പൊടി തട്ടിയെടുക്കാൻ അത് ഖുർആനിനോടുള്ള അദബിന് വിരുദ്ധമാണ്. അത്തിബിയാനു അലാ ആദാബി ഹമലത്തിൽ ഖുർആൻ എന്ന പേരിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന് ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. ഖുർആനിനോടുള്ള അദബുകൾ രേഖപ്പെടുത്തി തരികയാണ്. അല്ലാഹുവിനോട് അദബ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദബ് വേണം. നമ്മൾ പലരും ഔലിയാക്കളോട് ബന്ധമുണ്ടാക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. മഅരിഫത്തും ഹഖീഖത്തും ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹുവിനോടുള്ള സാമീപ്യം കൊതിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ പ്രശ്നം എന്താണ്? മൻ തഹാബന ബിൽ അദബി ഉഖിബ ബിഹിർമാനി സുനൻ വമൻ ഉഖിബ ബിഹിർമാനി സുനനി ഉഖിബ ബിഹിർമാനിൽ ഫറായിദ് വമൻ ഉഖിബ ബിഹിർമാനിൽ ഫറായിദ് ഉഖിബ ബിഹിർമാനിൽ മഅരിഫ. ഇമാം സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, അദബുകളോട് അവധാനത കാണിച്ചാൽ, അദബുകളോട് പുറംതിരിഞ്ഞു കളഞ്ഞാൽ സുന്നത്തുകൾ അനുഷ്ഠിക്കാൻ കഴിയൂല. സുന്നത്തുകളാണ് എല്ലാറ്റിന്റെയും മാനദണ്ഡം. ഫർളുകളൊക്കെ നിസ്കരിച്ചിട്ട് സുന്നത്തുകളൊന്നും നിസ്കരിക്കൂല. എന്നിട്ട് അവർ അല്ലാഹുവിനോട് സാമീപ്യം, ഇന്നമായ യതഖറബൂനൽ മുതഖർരിബൂന യതഖറബുൽ മുതഖർരിബൂന ഇലയ്യ ബിന്നവാഫിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖുദ്സിയായ ഹദീസുകളിൽ കാണാം. എന്നോട് സാമീപ്യം ഉണ്ടാക്കിയ ആരൊക്കെയുണ്ടോ, ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ഏതൊക്കെ ഔലിയാക്കളുണ്ടോ അവരെല്ലാം എന്നോട് സാമീപ്യം ഉണ്ടാക്കിയിട്ടുള്ളത് ബിന്നവാഫിൽ, സുന്നത്തുകളിലൂടെയാണ്. ഫർളുകൾ എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റലാണ്, റഅ്സുമാലാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് ബന്ധമുണ്ടാക്കാൻ കഴിയില്ല. അത് നിർബന്ധമായി നമ്മൾ കൊടുത്തുവിട്ടേണ്ടതാണ്. റിബ്ഹ് സുന്നത്തുകളാണ് ലാഭം. ഒരു കച്ചവടത്തിന്റെ റഅ്സുമാൽ ക്യാപിറ്റൽ മുതലാണ്. ഫർളുകൾ എന്നതുപോലെ ഫർളുകൾ മാത്രം അനുഷ്ഠിച്ചാൽ അല്ലാഹുവിനോടുള്ള സാമീപ്യം നമുക്ക് കിട്ടാൻ കഴിഞ്ഞോളന്നില്ല. വെറുതെ ഇരുന്നാലും വേണ്ടില്ല, ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നമുക്ക് മടിയായിരിക്കും. ദുആ കഴിഞ്ഞിട്ട് ബഅദിയൊന്നും നിസ്കരിക്കാതെ അങ്ങനെ തന്നെ എഴുന്നേറ്റ് പോകും. നമുക്കൊക്കെ ആഗ്രഹമുണ്ട് എന്ത്, ഔലിയാക്കളുടെ വഴിയിലൊക്കെ കടക്കണം. പക്ഷെ സുന്നത്തുകളുടെ എണ്ണം എടുത്തു നോക്കുമ്പോൾ വളരെ പരിമിതമായിരിക്കും നമ്മുടെ സുന്നത്തുകൾ. ഇപ്പൊ സുന്നത്തുകൾ ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? മൻ തഹാവന ബിൽ അദബ്, അദബില്ലാതെ വരുമ്പോൾ നമുക്ക് സുന്നത്തുകൾ അനുവർത്തിക്കാൻ കഴിയൂല. അദബില്ലാത്തവരാണെങ്കിൽ സുന്നത്തുകളോടുള്ള താല്പര്യം തോന്നൂല. സുന്നത്തുകളാണ് അല്ലാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ. ഫർളുകൾക്ക് പുറമെ ധാരാളം സുന്നത്തുകളായ കർമ്മങ്ങൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് റവാത്തിബ് സുന്നത്തുകൾ ഉണ്ടാകണം. ഈ സദസ്സിൽ നമ്മൾ ഏറ്റവും തീരുമാനമെടുക്കാൻ പ്രാപ്തമായ സദസ്സാണ്. കാരണം അല്ലാഹുവിനോട് സാമീപ്യമുണ്ടാക്കിയ ഗരീബ് നവാസ് ഗൗസുൽ ആലമിനെ സംബന്ധിച്ച് ഗരീബ് നവാസ് മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി തങ്ങളെ പറ്റി പറയുന്ന സദസ്സാണ്. അവർ അല്ലാഹുവിലേക്ക് സഞ്ചരിച്ച വഴിയെക്കുറിച്ച് നമ്മൾ ബോധ്യം വേണം. അതെങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കണം. അത് സുന്നത്തുകളിലൂടെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ യഥേഷ്ടം സുന്നത്തുകൾ നമ്മൾ ഓരോ ദിവസവും വർദ്ധിപ്പിക്കണം. സുന്നത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. വമൻ തഹാവന ബിസുന്നതി ബിഹിർമാനി സുനനി ഉഖിബ ബിഹിർമാനിൽ ഫറായിദ്. സുന്നത്തുകളൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്നവന് ഫർളുകൾ തടയപ്പെട്ടുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. സുന്നത്തുകൾ ഉണ്ടാവില്ല ചിലപ്പോൾ. ഫർളുകൾ ചെയ്യാൻ കഴിയാതിരുന്നാലോ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനുസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. അല്ലാഹ് ഖൽബിനെ മറയിടും. നന്നായി ഗൗരവത്തിലെടുക്കണം. ഔലിയാക്കളെ ഓർക്കുന്നത് അവരുടെ കറാമത്ത് പറഞ്ഞ് സന്തോഷിച്ച് നമ്മൾ ആത്മനിർവൃതി അടയാൻ മാത്രമല്ല, നമ്മളുടെ ഖൽബ് ചത്തുപോയിട്ടുണ്ടെങ്കിൽ അതിനെ ഹയാത്താക്കാനുള്ള ജീവസുറ്റമായ മാതൃകകളാണ് ഔലിയാക്കളുടെ ജീവിതം നമ്മോട് പങ്കുവെക്കേണ്ടത്.
അള്ളാഹുവിനെ പറയുമ്പോൾ കടക്കാത്ത കൽബാണെങ്കിൽ നമ്മളെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയുണ്ടാകണം. സുന്നത്തുകളിൽ വ്യാപൃതരാകണം, ദിക്റുകൾ ധാരാളം ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും. നിങ്ങളെ ഈമാനിനെ നല്ല പത്തരമാറ്റുള്ള ഈമാനാക്കണം, ഈമാനിനെ നല്ല പ്രകാശപൂരിതമാക്കണം എന്ന്, ഖൽബിനെ പ്രകാശിതമാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, കൈഫ നുജദ്ദിദു ഈമാനനാ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ഞങ്ങളുടെ ഈമാനിനെ പവർഫുൾ ഉള്ള ഈമാനാക്കുക? നല്ല പവർഫുൾ ഈമാനാക്കാനുള്ള വഴി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അക്സിറൂ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹയാത്തുൽ ഖൽബി ദിക്റുല്ലാഹ്, നജാതും മിൻ അദാബില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖൽബിന്റെ ഹയാത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ദിക്റാണ്, കലിമയാണ്. ആ ദിക്റുള്ള ഖൽബുകൾ വേണം. അല്ലാഹുവിനെ പറ്റി പറയുന്നത് കടക്കാൻ പറ്റുന്ന ഖൽബ് വേണം. അതിന്റെ അടിസ്ഥാനമാണ് നമ്മൾ പറഞ്ഞത്, അദബുകൾ വേണം. പള്ളിയോട് അദബ് വേണം, സമയത്തോട് അദബ് വേണം. അബുൽ അബ്ബാസുൽ മർസി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം, ഓരോ സമയങ്ങളോടും നമുക്ക് അദബ് വേണം. ഓരോ സമയങ്ങളോടുമുള്ള അദബുകളിൽ പ്രധാനമാണ് അതാത് സമയത്ത് ഏത് കാര്യങ്ങളാണോ നിർവഹിക്കേണ്ടത് അതാത് കാര്യങ്ങൾ തന്നെ നിർവഹിക്കണം. അത് സമയത്തോടുള്ള അദബാണ്. സ്ഥലങ്ങളെ ബഹുമാനിക്കണം. കാരണം എല്ലാ കാര്യങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയപ്പോഴും ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോഴും അമലുകൾ പൊളിഞ്ഞു പോകുന്ന സന്ദർഭത്തെ പറ്റി പരിചയപ്പെടുത്തിയപ്പോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. സൂറത്തുൽ ഹുജുറാത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അദബില്ലാതെ ശബ്ദം ഉയർന്നു പോയാൽ തങ്ങളെ ശബ്ദത്തെക്കാൾ ശബ്ദം ഉയരാൻ പാടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ആയത്തിന്റെ അവതരണ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു അഖറ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ രണ്ടാളും തമ്മിൽ ചെറിയ സംവാദം നടന്നു. തങ്ങളെ സാന്നിധ്യത്തിലാണ് ഉള്ളതെന്ന് അവർ അറിയാതെ അവരുടെ ശബ്ദം ഒരൽപ്പം അങ്ങ് ഉയർന്നുപോയി. അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, മാ അറത്ത ഇല്ലാ ഖിലാഫി. ഉമർ തങ്ങളെ അങ്ങ് എനിക്കെതിരാവല് മാത്രമല്ലേ ഉദ്ദേശിക്കുന്നത്? ഉമർ തങ്ങൾ പറഞ്ഞു, ലാ മാ അറത്തു ഇല്ലാ മാ അറത്തു ഖിലാഫക. അങ്ങയുടെ എതിരാവൽ എനിക്ക് ഉദ്ദേശമില്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടേ ഉള്ളൂ. അവർ രണ്ടാളും ദീനിയായ കാര്യത്തിൽ തന്നെ സംവാദങ്ങളിൽ ഏർപ്പെട്ട സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ആയത്ത് അവതരിക്കുകയാണ്. തങ്ങളെ സാന്നിധ്യത്തിൽ ശബ്ദമുയർത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാന്നിധ്യത്തിലുള്ള ആദാബുകൾ പരിഗണിക്കണം. വഹുവ ജലീസുക ലാ യുഫാരിഖുക. ഇമാം ഗസാലി തങ്ങൾ പറയാണ്, പടച്ച റബ്ബ് നമ്മെ കൈയൊഴിയുന്ന, നമ്മെ വിട്ടൊഴിയുന്ന ഒരു സമയം പോലും ഇല്ലല്ലോ. അല്ലാഹുവിനോട് അദബുള്ളവരാകണം. അതാണ് അമലുകളുടെ കാതലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅലമന്ന അഖ്വാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് തൗബാൻ തങ്ങൾ ഉദ്ധരിക്കുകയാണ്. തങ്ങൾ പറയാണ്, ഖിയാമത്ത് നാളിൽ കൊണ്ടുവരുന്ന ഒരു വിഭാഗം ആളുകളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അവരുടെ അമലുകൾക്ക് ജിബാലി തിഹാമ, തിഹാമ പർവ്വതം കണക്കെ
സൽക്കർമ്മങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളുമായി നാളെ പടച്ചറപ്പിന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഭാഗമുണ്ട്. യജ്അലുഹല്ലാഹു ഹബാഅം മൻസൂറാ. അവരുടെ അമലുകൾ അല്ലാഹുവിന് വേണ്ടാത്ത വിധം അതിനെ തട്ടിത്തെറിപ്പിച്ച് ധൂളികളാക്കി മാറ്റുന്നതാണ്. ആ അമലുകൾ അല്ലാഹുവിന് വേണ്ടാത്ത നിലക്ക് അതിനെ തട്ടിത്തെറിപ്പിച്ച് പൊടിപടലങ്ങളാക്കി മാറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ തൗബാൻ തങ്ങൾക്ക് ബേജാറായി. ജല്ലിഹിം ലനാ വസിഫുഹും ലനാ ലിഅല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅരിഫ്. തൗബാൻ തങ്ങൾ ചോദിച്ചു, അവരാരാണെന്ന് ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണം, കാരണം ഞങ്ങൾക്കറിയില്ലല്ലോ നബിയെ, ഞങ്ങൾ അവരിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ തങ്ങൾ പറയാണ്, അവർ പുറത്തുള്ള ആളുകളല്ല, അവർ നിങ്ങളെ കൂട്ടത്തിൽ പെട്ടവര് തന്നെയാണ്. നിങ്ങളൊക്കെ രാത്രിയെ പകലാക്കുന്നത് പോലെ, രാത്രി ഇബാദത്ത് എടുക്കുന്നത് പോലെ ഇബാദത്ത് എടുക്കുന്നവരാണ്. പക്ഷേ വഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹകൂഹാ, എല്ലാ ഈമാനും ചോർന്നു പോകുന്ന ഒരിടമാണിത്. ആരുമില്ലാതെ ഒറ്റക്കാണ് റൂമിനകത്ത് വാതിലടച്ചിരിക്കുമ്പോ എല്ലാ തിന്മകളോടും കൂടി കലരാൻ അവർക്ക് മടിയില്ല. അത്തരത്തിലുള്ള ആളുകളുടെ അമലുകൾ അല്ലാഹുവിന് ആവശ്യമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ ഉള്ളിൽ ആലോചനകൾ ഉണ്ടാകണം, ആത്മാർത്ഥമായ ഇബാദത്തുകൾ ഉണ്ടാകണം. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, ദുനൂബി കമൗജിൽ ബഹരി ബൽ ഹിയ അക്സറൂ, അവരെ അസ്വസ്ഥപ്പെടുത്തിയ വിചാരങ്ങൾ അതാണ്. ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ലാത്ത, ഹലാലിന് പോലും സമയമെടുത്തിട്ടില്ലാത്ത ഔലിയാക്കളുടെ നേതാവായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ആശങ്കയാണ്, എന്റെ പാപങ്ങൾ കടലിലെ തിരമാലയിലെ നുരകളെക്കാൾ കൂടുതലാണെന്ന് ആശങ്ക പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് അസ്വസ്ഥതയുടെ, ആശങ്കയുടെ, പരലോക ചിന്തയുടെ ഒരംശമെങ്കിലും ഉണ്ടാകാനാണ് നമ്മൾ ഔലിയാക്കളെ കുറിച്ച് പറയുന്നത്. ഹാദാ ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ്, അല്ലാഹുവിന്റെ ഇഷ്ടദാസരായ, അല്ലാഹുവിൽ വിലയം പ്രാപിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോയവരായ ഖജാതങ്ങളെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഹാദാ ഹബീബുല്ലാഹി മാത ഫീ ഹുബ്ബില്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി മരണം വരിക്കാനാകണം. ലുദ്ബിൽ ഇലാഹി വലാ തലുദ്ബി സിവാഹു മല്ലാദ ബിൽ മലികിൽ ജലീലി കഫാഹു. അല്ലാഹുവിന്റെ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, നിസ്കാരത്തിന് മുൻഗണന കൊടുക്കണം. ഖുർആൻ ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാകരുത്. ഒരൽപ്പമെങ്കിലും ഖുർആൻ നമ്മൾ ഓതണം. ഇമാം നബവി റളിയല്ലാഹു അൻഹു അത്തിബിയാനിൽ രേഖപ്പെടുത്തുന്നത് കാണാം. സലഫു സാലിഹുകളുടെ ഖത്മുകൾ പരിചയപ്പെടുത്തുന്നിടത്ത് വഅൻ ബഅദിഹിം കാനൂ യഖ്തിമൂനൽ ഖുർആന ബികുല്ലി ശഹ്റൈൻ. അബൂ ദാവൂദ് തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തുടങ്ങുന്നത് അങ്ങനെയാണ്. സച്ചരിതരായ ആളുകളിൽ ചില ആളുകളുണ്ട് 2 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ഖത്മ് തീർക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, മണിക്കൂർ സമയം നമുക്ക് ഒരു ദിവസം ഉണ്ടായാൽ 15 മിനിറ്റ് സമയം മാത്രം മാറ്റിവെച്ചാൽ ഒരു അര ജുസ് ഓതാമല്ലോ. അങ്ങനെ ഓതിയാൽ 2 മാസത്തിൽ ഒരു ഖത്മ് നമുക്ക് തീർക്കാമല്ലോ. നമ്മളുടെ പ്രാധാന്യം അതിന് വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നല്ല നല്ല അമലുകൾ വേണം. ദിക്റിന്റെ മജ്ലിസുകളിൽ ഉണ്ടാകണം. റാത്തിബത്തുൽ ഹദ്ദാദ് ചൊല്ലണം. അഇമ്മത്ത് നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ദിക്റുകൾ ചൊല്ലണം. നമ്മുടെ അഭിവന്യരായ ഉസ്താദുമാര് നിർദ്ദേശിച്ചിട്ടുള്ള ദിക്റുകൾ ചൊല്ലണം. സ്വലാത്തുകളിൽ ഏർപ്പെടണം. ബിമദ്ഹിൽ മുസ്തഫ തഹിൽ ഖുലൂബ് വതുഗ്തഫറുൽ ഖതായാ വദ്ദുനൂബ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചത്തുപോയ ഖൽബ് ഹയാത്താക്കാനുള്ള മരുന്നാണ്. തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ഖൽബിലേക്ക് കടക്കാത്ത എല്ലാം കടന്നു കിട്ടാനുള്ള വഴിയാണ് അഇമ്മത്ത് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് രണ്ട് മാർഗങ്ങളിലൊന്ന് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ശൈത്താനിയത്ത് നമ്മുടെ ഖൽബിൽ നിന്ന് പോയി കിട്ടാൻ, വേണ്ടാത്തരങ്ങൾ മാറിക്കിട്ടാൻ ഔലിയാക്കളോട് സ്വാലിഹീങ്ങളോടുള്ള മുജാലസത്ത് വേണം, സ്വാലിഹീങ്ങളോടുള്ള സഹവാസം വേണം. ഒരുപാട് അഇമ്മത്ത് അതിനെപ്പറ്റി രേഖപ്പെടുത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ നേട്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നത് കാണാം, ലൗലൽ ഖിയാമു ബിൽ അസ്ഹാരി വസുഹ്ബത്തുൽ അഖ്യാരി മാ അഖ്തർതുൽ ബഖാഅ ഫീ ഹാദിഹി ദാർ മഖ്തർതുൽ ബഖാഅ ഫീ ഹാദിഹി ദാർ. സാലിഹീങ്ങളോടുള്ള സഹവാസം ഈ ലോകത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകം തെരഞ്ഞെടുക്കില്ലായിരുന്നുവെന്ന്, ജീവിക്കാൻ ഇഷ്ടപ്പെടുമായില്ലായിരുന്നുവെന്ന് അഇമ്മത്ത് ഉദ്ധരിക്കുന്നത് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട സ്വാലിഹീങ്ങളോടുള്ള ബന്ധമാകണം. അത് വഫാത്തായ ഔലിയാക്കളോടാണെങ്കിലും അവരുടെ സാന്നിധ്യത്തിൽ ചെന്നു നിന്നാൽ അവരെ നോട്ടം നമുക്ക് ലഭിക്കും. അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കൂകിൽ അതിനാൽ വലിയ നീലനക്കൊടുത്തോവാർ. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന നോട്ടമാണ് ആ ഔലിയാക്കളുടെ നോട്ടം. അവരെ ദുആയും ബറക്കത്തും ലഭിക്കണോ? അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതൂകിൽ അവരെ ദുആയും ബറക്കത്തുമെത്തുമേ. ഇസ്മാഈൽ ഹിത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്, ഇസ്മാഈൽ ഹിത്തി തങ്ങൾ പറയാണ്, മദീനയിൽ വല്ലാത്ത തെറ്റ് ചെയ്ത് നടന്നിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും നേതൃത്വം നൽകി നീങ്ങുന്ന ഒരു മനുഷ്യൻ, എല്ലാ വേണ്ടാത്തരങ്ങളുടെയും നേതാവ്. അഹ്മദ് ബിൻ യസീദ് അൽ കാത്തിബ് എന്നാണ് അയാളുടെ പേര്. മദീനത്തെ പള്ളിയിൽ ഔലിയാക്കളുടെ നേതാവായ ഗൗസുൽ ആലമിന്റെ മശായിഖുമാരുടെ പരമ്പരയിൽ വരുന്ന സിർറിയുസ് സഖത്തി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ അവിടുന്ന് ഒരു വാക്ക് ക്ലാസിനിടയിൽ പറഞ്ഞു, അജബൽ ലിദഈഫിൻ യഅസി ഖവിയ്യ. ബലഹീനനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. യജമാനനായ റബ്ബിന് അവൻ എങ്ങനെയാ തെറ്റ് ചെയ്യുന്നത് എന്ന ഒരു വാക്ക് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ മുമ്പിലൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് കേട്ടപ്പോ അവിടെ സ്റ്റോപ്പായി. ബഹുമാനപ്പെട്ടവര് എന്താ പറഞ്ഞത് എന്ന അത്ഭുതത്തോടെ ആ വാക്ക് അദ്ദേഹത്തെ സ്ട്രൈക്ക് ചെയ്തു. അയാൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പിന്നെ ആരുമില്ലാതെ അദ്ദേഹത്തിന്റെ 2 പരിചാരകരെയും കൂട്ടിയിട്ട് സിർറിയുസ് സഖ്തി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പിറ്റേ ദിവസം പറഞ്ഞു, സമിഅതു ഖൗലക ബിൽ അംസ്, ഇന്നലെ നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു. അജബൽ ലിദഈഫിൻ യഅസി ഖവിയ്യ. ബലഹീനനായ മനുഷ്യന്റെ കാര്യം എന്തൊരു അത്ഭുതമാണ്. അവന് യജമാനനായ റബ്ബിന് തെറ്റ് ചെയ്യുകയാണോ എന്ന് അങ്ങ് പറയുന്നത് ഞാൻ കേട്ടു. ഫമാ മഅനാ, എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരോ എന്ന് ചോദിച്ചപ്പോൾ സിർറിയുസ് സഖ്തി തങ്ങൾ പറഞ്ഞു, ബലഹീനനായ മനുഷ്യൻ റബ്ബിനോട് എങ്ങനെ തെറ്റ് ചെയ്യാ എന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തെറ്റ് ചെയ്യാൻ ഒരു മനുഷ്യൻ എങ്ങനെ കഴിയാ എന്നേ അതുകൊണ്ട് ഉദ്ദേശിച്ചു. മനുഷ്യൻ എത്ര ബലഹീനനാണ്. ഉദ്ദേശിക്കുന്നത് നേടിയെടുക്കാൻ മനുഷ്യന് കഴിയൂല. വേണ്ടാത്തൊരു രോഗം മാറ്റാൻ വേണ്ടി മനുഷ്യന് കഴിയൂല. ഇങ്ങനെ ബലഹീനനായ മനുഷ്യൻ യജമാനനായ റബ്ബിനോട് തെറ്റ് ചെയ്യാണോ? ഇത് കേട്ടപ്പോ അയാൾ ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം ആരുമില്ലാതെ ഒറ്റക്ക് സിർറിയുസ് സഖ്തി തങ്ങളുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട സിർറിയുസ് സഖ്തി തങ്ങളോട് ചോദിച്ചു, കൈഫ ത്വരീഖു ഇലല്ലാഹ്,
എനിക്ക് നന്നാവണം എന്നുണ്ട്, അതിൻ്റെ വഴി എന്താന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട സിറിയു സുക്തി തങ്ങൾ പറഞ്ഞു, അതിൻ്റെ വഴി സുന്നത്തായ നോമ്പ് പകല് നോൽക്കുക, രാത്രി ധാരാളം സുന്നത്ത് നിസ്കരിക്കുക. അള്ളാഹുവിനോട് അടുക്കണമെങ്കിൽ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. സിറിയു സുക്തി തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ സലക്തു ഇല്ലാ അസ്ഹബ തുറുഖ്, ഇതെന്തൊരു പ്രയാസകരമായ വഴിയാണ്, എന്നെ കൊണ്ട് കഴിയും തോന്നണില്ല എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയതാ. പിന്നെ ആളെ കാണാനില്ല. അദ്ദേഹത്തിനാകട്ടെ ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയുണ്ട്, ഒരു ചെറിയ കുഞ്ഞുമുണ്ട്. കാണാതെ വന്നപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചപ്പോൾ ആരോ പറഞ്ഞു അദ്ദേഹം സിറിയു സുക്തി തങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ട്, അതിന് ശേഷമാണ് കാണാതായത്. കുടുംബക്കാർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു, സിറിയു സുക്തി തങ്ങൾ കാര്യം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു, ഇങ്ങനൊക്കെ ചോദിച്ചു, ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞു കൊടുത്തു, പിന്നെന്താ ആയതെന്ന് എനിക്കറിയൂല. മാ ഫുഇല അഹ്മദ് ബിൻ യസീദുൽ കാത്തിബ് അവർ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തോ ചെയ്തതാണോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇനി നിങ്ങളടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾ വിവരം അറിയിക്കണം. ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ സിറിയു സുക്തി തങ്ങൾ രാത്രി വീട്ടിലിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ കയറി വന്നിട്ട് സിറിയു സുക്തി തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങ് ചുംബനം കൊടുത്തു. നിങ്ങളാണ് എനിക്ക് ജീവിതത്തിന്റെ ആസ്വാദനം രുചിപ്പിച്ചത് എന്നും പറഞ്ഞിട്ട് നെറ്റിത്തടത്തിൽ അങ്ങ് ചുംബിക്കാൻ. സിറിയു സുക്തി തങ്ങൾ വീട്ടിലേക്ക് ആളെ വിട്ടു. വീട്ടിൽ നിന്ന് ആള് വന്ന് ഈ മനുഷ്യനെ ഭാര്യ ഇവളിങ്ങനെ കരയാൻ തുടങ്ങി. നിങ്ങൾ ജീവിച്ചിരിക്കെ ഞാൻ വിധവയായി പോയല്ലോ, നിങ്ങൾ ജീവിച്ചിരിക്കെ നമ്മുടെ മകൻ, നമ്മുടെ കുട്ടി യതീമായി പോയല്ലോ എന്നവരിങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ ഈ വഴിവിട്ട ജീവിതത്തിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം, അല്ലെങ്കിൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. അവര് പറഞ്ഞു, ഇല്ല, നമുക്ക് പഴയ വഴി തന്നെ ജീവിക്കാൻ, നല്ല രസകരമായ ജീവിതമല്ലേ. ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ജീവിതത്തിന്റെ ആസ്വാദനം എന്നെ രുചിപ്പിച്ചത് ഈ കാണുന്ന സിറിയു തങ്ങളാണ്, അതുകൊണ്ട് ഞാൻ ആ വഴിയെ തെരഞ്ഞെടുക്കാണെന്നും പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഇറങ്ങി ഓടുകയാണ്. പിന്നീട് ആ മനുഷ്യനെ കണ്ടവരില്ല. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സക്കറാത്തിന്റെ തൊട്ടു മുമ്പ് സിറിയു സുക്തി തങ്ങളെ കാത്തിരിക്കാണ് മരണം വരിക്കാൻ. വൃദ്ധയായ ഒരു സ്ത്രീ വന്നിട്ട് അറിയിക്കുന്നു, ഇന്നാലിന്ന സ്ഥലത്ത് ഒരാൾ അങ്ങ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, മരണം വരിക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്, സിറിയു സുക്തി തങ്ങൾ എത്തലും അവിടുന്ന് മരണപ്പെടലും ആ ചെറുപ്പക്കാരന്റെ മയ്യത്തിന് നേതൃത്വം നൽകിയിട്ട് സിറിയു സുക്തി തങ്ങൾ പറയാണ്, മാത വലിയും മിൻ ഔലിയാ ഇല്ലാ, തെമ്മാടിയായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ മയ്യത്തിന് നേതൃത്വം നൽകിയിട്ട് പറയുന്നു, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയാണ് ഇവിടെ വഫാത്തായതെന്ന്. എന്താ കാരണം? സിറിയു സുക്തി തങ്ങളുടെ വാക്ക് ഒന്ന് കേട്ടു, ഒന്ന് കേട്ടാ മതി. വന്നവരി മിൻഹും, അവരെ നോട്ടം ഒന്ന് കിട്ടിയാ മതി. അതിനാണ് നമ്മൾ സിയാറത്തിന് പോകുന്നത്. അതാണ് ഈ മജ്ലിസിന്റെ വിജയം. അതാണ് നമ്മുടെ എല്ലാ അനുസ്മരണ സദസ്സുകളുടെയും വിജയം. അതാണ് അവരുടെ നോട്ടം ഉണ്ടാവും. ആ നോട്ടം കിട്ടിയാൽ അതിനാൽ വലിയ നിലനെ കൊടുത്തോവർ ദുനിയാവിലും ആഖിറത്തിലും ആ നോട്ടമാണ്. ആ നെളിർ എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ആ നെളിറിന് വേണ്ടിയാണ്, ആ നോട്ടത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ശഅബാൻ മാസമാണ്, സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ചൊല്ലേണ്ട മാസമാണ്. റജബ് മാസം നമ്മോട് വിട പറഞ്ഞു. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട മാസമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, അലാ അദുല്ലുകും അലാ ദാഇകും വദവാഇകും. നമ്മളെല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മുത്തുനബി പറയാണ്, നിങ്ങളെ രോഗവും അതിന്റെ ചികിത്സയും ഞാൻ പറഞ്ഞു തരട്ടെയോ? അതെ, പറഞ്ഞു തരണം. നിങ്ങളുടെ രോഗം നിങ്ങളുടെ പാപങ്ങളാണ്, അതിനുള്ള മരുന്ന് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാറുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങും.
എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങും, ഖൽബിന്റെ മറ നീങ്ങിക്കിട്ടും. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. സൂറത്തുൽ അൻഫാലിലെ 33ാമത് സൂക്തമാണ്. അല്ലാഹു പറയാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അവിടെ അല്ലാഹുവിന്റെ അദാബ് ഉണ്ടാവുകയില്ല എന്നാണ്. അല്ലാഹുവിന്റെ ബലാ അദാബുകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇസ്തിഗ്ഫാർ നന്നായി നമ്മൾ വർദ്ധിപ്പിക്കണം. ആ ഇസ്തിഗ്ഫാറിന്റെ സമയം സ്വലാത്ത് റമദാനിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള മജ്ലിസുകൾ നമുക്ക് നൽകുന്ന ഒരു സൗഭാഗ്യം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, കൈഫ തസ്തഇദ്ദു ലിശഹരി റമദാൻ, നിങ്ങൾ എങ്ങനെയാണ് റമദാനിന് ഒരുങ്ങാറുള്ളത്? നനച്ചുളി നടത്തും, നമ്മൾ വീടൊക്കെ കഴുകി വൃത്തിയാക്കും, എല്ലാം ചെയ്യും. പക്ഷെ കഴുകേണ്ടത് നമ്മൾ കഴുകാൻ പലപ്പോഴും മറക്കും. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ നഖാഫു അൻ നസ്തഖ്ബില ഹിലാല റമദാൻ, പലപ്പോഴും ഞങ്ങൾക്ക് റമദാന്റെ മാസപ്പിറവി കാണുന്നത് തന്നെ പേടിയാണ്. എന്തിനാ പേടി? നാളെ നോമ്പൊൽക്കണ്ടിരോ എന്നുള്ള പേടിയല്ല. ഞങ്ങളെ കൽബ് റമദാനെ സ്വീകരിക്കാൻ പാകപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ആരുടെയെങ്കിലും കൽബിൽ ഒരാളോട് വെറുപ്പ്, പക, വിദ്വേഷം, അസൂയ, കിബിറും ഒക്കെ ആയിട്ടാണോ ഞങ്ങൾ റമദാനിലേക്ക് കടക്കുന്നത് എന്ന പേടി റമദാൻ മാസപ്പിറവി കാണുന്നത് വരെ ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം കൽബ് ശുദ്ധീകരിക്കാതെ റമദാനിലേക്ക് കടന്നിട്ട് കാര്യമില്ല. ശുദ്ധമായ ഹൃദയം വേണം. വിലായത്തിനെ ഉൾക്കൊള്ളണമെങ്കിൽ, ഔലിയാക്കളെ തിരിച്ചറിയണമെങ്കിൽ, അവരെ മണം കിട്ടണമെങ്കിൽ, അള്ളാഹുവിനോടുള്ള സാമീപ്യം കരസ്ഥമാക്കണമെങ്കിൽ അതിനുള്ള വഴി ശുദ്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആത്മാർത്ഥമായി നല്ല ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. അതിനാണ് റജബും ശഅബാനും ഇസ്തിഗ്ഫാർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും പ്രത്യേകമാക്കപ്പെട്ടത്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഉന്യയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ കൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ മുഖറബുകളായ ആളുകൾ സഞ്ചരിച്ച വഴിയിൽ കടക്കണം. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് തന്നെയാണ്, അൽ മുതഖദ്ദിമൂനൽ അവ്വലൂൻ, നേരത്തെ മുൻകടന്നിട്ടുള്ളവരായ, മുൻകഴിഞ്ഞു പോയിട്ടുള്ളവരായ ആളുകൾ, ഫീ തഹാമ്മുലിൽ മശാഖിൽ തഹമ്മുലി മശാഖിൽ അദീമതി ലിഅജലി മർദാത്തില്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എല്ലാ തിന്മകളിൽ നിന്നും ക്ഷമിച്ചുകൊണ്ട്, എല്ലാ തെറ്റുകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ഇബാദത്തുകൾക്ക്, ത്വാഅത്തുകൾക്ക് കഴിവുള്ളവരായി, അതിന് കഴിയുന്നവരായി മാറാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സദസ്സ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദിന്റെ നോട്ടമുള്ള മജ്ലിസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അതുകൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ബന്ധമുണ്ടാകാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള മജ്ലിസുകളിൽ, സദസ്സുകളിലെല്ലാം നമ്മൾ സംബന്ധിക്കണം. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട അഇമ്മത്ത് രേഖപ്പെടുത്തുന്നത് കാണാം. എത്രയോ മജ്ലിസിന്റെ മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള നല്ല നല്ല സദസ്സുകളിൽ നമ്മൾ സംബന്ധിക്കുന്നതിന്റെ നേട്ടങ്ങൾ. ഇന്നമാ മസലുൽ ജലീസുസ് സാലിഹു വൽ ജലീസുസ് സൂഇ, ചീത്ത ആളുകളുടെ കൂടെയും നല്ല ആളുകളുടെയും കൂടെ കൂട്ടുകെട്ടുന്നതിന്റെ ഉദാഹരണം, നല്ല മനുഷ്യരുടെയും ചീത്ത മനുഷ്യരുടെയും കൂട്ടുകൂടുന്നതിന്റെ ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ പരിചയമുള്ളതാണ്. മിസ്കിനുമായി ബന്ധപ്പെടുന്നവനെ പോലെയും സുഗന്ധ വിതരണക്കാരനെ പോലെയും ആലയിലൂതുന്ന കൊല്ലപ്പണിക്കാരനെ പോലെയുമാണ്. എന്താ കാരണം? സുഗന്ധം വിപണനം ചെയ്യുന്ന ആളുടെ കൂടെ സഹവസിക്കുമ്പോൾ ആ സുഗന്ധത്തിന്റെ മണം അവന്റെ അടുത്തു നിൽക്കുന്നവനും ആസ്വദിക്കും.
ആസ്വദിക്കാൻ കഴിയും. എന്നാൽ കൊല്ലപ്പണിക്കാരന്റെ സമീപത്താണ് നിൽക്കുന്നതെങ്കിൽ അവൻ ഈ ആലയിൽ ഇങ്ങനെ ഊതുമ്പോൾ അതിൽ നിന്നുള്ള തീപ്പൊരികളെല്ലാം നിന്റെ വസ്ത്രത്തിൽ വരുമ്പോൾ കരിയും ചെളിയുമായേക്കാം എന്ന പോലെയാണ് സ്വാലിഹീങ്ങളുടെ ഉപമ. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഫീഹി ഫളീലത്തു മുജാലസത്തി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളോട് കൂടെ എപ്പോഴും നിലകൊള്ളണമെന്നതിന്റെ മഹത്വം ഈ ഹദീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഅഹ്ലിൽ ഖൈരി വൽ മുറുഅതി വമകാരിമിൽ അഖ്ലാഖി, സഹവസിക്കുമ്പോഴെല്ലാം നല്ല ആളുകളോട് കൂടണം എന്നതിന്റെ പ്രാധാന്യം ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വന്നഹിയു അൻ മുജാലസത്തി അഹ്ലി ശർരി, തിന്മകളുടെ ആളുകളിൽ നിന്ന് സഹവസിക്കുന്നതിനെ തൊട്ട് വിട്ടുനിൽക്കണം. ഖാജയുടെ മജ്ലിസാണ് റഹിമഹുല്ലാഹ്. അതുകൊണ്ട് നല്ല സംഭാവനകൾ ഖാജ തങ്ങളുടെ ഒരു ഉദ്ദേശം മനസ്സിലൊക്കെ കരുതി, ഗരീബ് നവാസാണ്, പാവങ്ങളുടെ അത്താണിയാണ്, നല്ല നീയത്ത് കരുതി ഒരുപാട് സുഹൃതങ്ങൾക്ക് വേദിയായ ഒരു മജ്ലിസാണ്. ഈ മജ്ലിസിന് വലിയ മഹത്വങ്ങളുണ്ട്, വലിയ കറാമത്തുകളുണ്ട്. ഖാജയുടെ കറാമത്ത് തന്നെയാണ്. നാടുകളിൽ ദീനി ദഅവത്ത് പ്രബോധന രംഗങ്ങളിൽ എത്രയാണ് മികച്ചു നിൽക്കുന്നത് നോക്കൂ നിങ്ങൾ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഖാജ റഹിമഹുല്ലാഹി അലൈഹി തങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദഅവത്തിന്റെ അടയാളങ്ങൾ ഇന്നും നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റും. എല്ലാവരും നല്ല സംഭാവനകൾ നൽകണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചാബിലായിരുന്നു. ഇമാം റബ്ബാനി മുജദ്ദിദ് അൽഫസാനി റഹിമഹുല്ലാഹി അലൈഹിയുടെ സാന്നിധ്യത്തിൽ മർക്കസിനു കീഴിൽ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ വലിയ വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിഭജനത്തിനു മുമ്പ് 53% മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന പഞ്ചാബിൽ ഇന്ന് വെറും 1.5% മാത്രമാണ് മുസ്ലിങ്ങൾ ഉള്ളത്. നിരവധി പള്ളികൾ അന്യാധീനപ്പെട്ടുപോയി. പള്ളികളിൽ നിസ്കരിക്കാൻ ആളില്ല, പരിചരിക്കാൻ ആളില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ട് അവരവരുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരിടമായി പള്ളി മാറിയതിന്റെ കാരണം അത്തരം സ്ഥലങ്ങളിൽ ആരാധനകൾ അറിയുന്ന മനുഷ്യർ പോലും ഇല്ലാത്ത ഒരവസ്ഥ വന്നിടത്ത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദും ഇമാം റബ്ബാനി തങ്ങളെല്ലാം നിർവഹിച്ച ആ പ്രബോധനത്തിന്റെ മാതൃകയിൽ സുൽത്താനുൽ ഉലമ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചെന്നുപെട്ടപ്പോൾ അവിടെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി നിരവധി ഗ്രാമങ്ങളിൽ അൽഹംദുലില്ലാഹ് കാലികൾക്ക് പിന്നാലെ, എരുമക്ക് പിന്നാലെ ജീവിതം കഴിച്ചുകൂട്ടുന്ന നിരവധി കുരുന്നുകൾ അവരൊക്കെ അൽഹംദുലില്ലാഹ് മദ്രസകളിൽ പഠിക്കുകയും കോളേജ് വിദ്യാഭ്യാസം പഠിക്കുന്ന തലത്തിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. നിരവധി ഗ്രാമങ്ങളിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മദ്രസകളെല്ലാം നിർമ്മിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇമാം റബ്ബാനി റഹിമഹുല്ലയുടെ ചാരത്ത് സർഹിന്ദിൽ വളരെ വിപുലമായ ഒരു സ്ഥാപനം ഈ വരുന്ന ഫെബ്രുവരി 12 ഇൻഷാ അല്ലാഹ് സുൽത്താനുൽ ഉലമ പഞ്ചാബികൾക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തു കൊടുക്കുകയാണ്. അതൊക്കെ നമ്മുടെ ദീനി ദഅവത്തിന്റെ ഈ ഔലിയാക്കളുടെ മഹത്തുക്കളുടെ അവരോടുള്ള സഹവാസത്തിന്റെ അവരുടെ മദതിന്റെ ഫലമാണ് എന്ന് എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. പഞ്ചാബിന്റെ മഹിൽപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അഥവാ ഹുഷിയാർപൂർ ജില്ലയിൽ നിന്ന് ഉൾഗ്രാമമായ മഹിൽപൂർ എന്ന പ്രദേശത്ത് ഞങ്ങൾ ആദ്യം എത്തിച്ചേരുമ്പോൾ ഒരു പള്ളിയില്ല, മദ്രസയില്ല, സ്കൂളില്ല. കുട്ടികളാരും പള്ളിയിൽ പോകാറില്ല. പ്രാഥമികമായ സൗകര്യങ്ങൾക്കുള്ള സംവിധാനങ്ങൾ പോലും ഇല്ലാത്ത ഒരു ഗ്രാമം എന്ന് പുതിയ കാലത്ത് നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അവിശ്വസനീയമായി തോന്നിയേക്കാം. അവിടെ ചെന്ന് നമ്മൾ ആദ്യം നിർമ്മിച്ചു കൊടുക്കുന്നത് അവർക്ക് വേണ്ടി ഒരു ടോയ്ലറ്റാണ്. ആ ടോയ്ലറ്റ് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നു. പിന്നെ കേരളത്തിൽ തന്നെയുള്ള വേങ്ങരക്കാരനായ മുഹമ്മദ് റഫീഖ് സാഹിബ്, അദ്ദേഹത്തിന്റെ ഉപ്പ സമീപ ദിവസത്ത് മരണപ്പെട്ടു പോയി അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്തു. അവിടെ തിങ്ങിക്കൂടുന്ന ആളുകൾ, നിരവധി ആളുകൾ അവിടെ ജുമുഅ നിസ്കരിക്കാൻ തുടങ്ങി. മാത്രമല്ല സമീപ പ്രദേശത്തു നിന്ന് ജീവിതത്തിൽ ആദ്യമായി ജുമുഅ നിസ്കരിക്കുന്ന ആളുകൾ പോലും നമ്മുടെ ആ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങി. രണ്ടാമത് എന്റെ നാട്ടുകാരനായ യൂണിവേഴ്സിറ്റിക്കടുത്ത് നീരോൽപ്പാലത്തുള്ള മുബശ്ശിർ എന്ന് പറയുന്ന 20 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ
വിദേശത്തു നിന്ന് മരണപ്പെട്ടു. അദ്ദേഹം സമ്പാദിച്ച പണം അദ്ദേഹത്തിന്റെ പിതാവിന്റെ കയ്യിൽ ഒരല്പം ബാക്കിയായപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മുബശ്ശിറിന്റെ കുറച്ച് പൈസ എന്റെ കയ്യിലുണ്ട്, അത് അവന് ഖബറിൽ ഉപകാരപ്പെടുന്ന വല്ല ഒരു അസറ്റെങ്കിലും ആക്കി മാറ്റണം എന്ന് ആ ഉപ്പ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വില്ലേജ് ഉണ്ട്, മഹിൽപൂർ എന്ന പ്രദേശത്തൊരു മദ്രസ ആവശ്യമുണ്ട്, അത് എടുത്തു കൊടുത്താൽ എല്ലാ ദിവസവും കുട്ടികളെ ഇൽമു പഠിക്കുന്ന നാഫിആയ ഇൽമിന്റെ ജാരിയായ സ്വതക്ക അവന്റെ ഖബറിൽ കിട്ടും. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ആ പണം ഏൽപ്പിച്ചു. നമ്മൾ അവിടെ മദ്രസ തുടങ്ങി. 100-ഓളം വിദ്യാർത്ഥികൾ ആ ഗ്രാമത്തിൽ നിന്നും സമീപ ഗ്രാമപ്രദേശത്തിൽ നിന്നും പഠിക്കാൻ വരാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ പോലും അറിയുന്നത് അവിടെയൊക്കെ മുസ്ലിങ്ങളായ ആളുകൾ ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അവർ അഭിമുഖീകരിച്ച വലിയൊരു പ്രശ്നമായിരുന്നു കുടിവെള്ളത്തിന്റെ പ്രശ്നം. കുറ്റിപ്പുറത്തുള്ള റാസൽ ഖൈമയിൽ ഈത്തപ്പഴ കച്ചവടം ചെയ്യുന്ന അബ്ദുസ്സലാം ഹാജി അദ്ദേഹം പറഞ്ഞു, അവരുടെ ഗ്രാമത്തിന് വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിറ്റി കുഴൽ കിണർ ഞാൻ അവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കാം. അദ്ദേഹം നിർമ്മിച്ച് അദ്ദേഹം തന്നെ വന്നുകൊണ്ട് അവിടെ ഉദ്ഘാടനവും ചെയ്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, വിദ്യാഭ്യാസമില്ലാതെ ചെറിയ മക്കൾ പോലും 4ഉം 5ഉം വയസ്സായ മക്കൾ പോലും അവരുടെ എരുമകളുടെ പിന്നാലെ ജീവിതം തുടങ്ങി ജീവിതം അവസാനിക്കുന്ന, എന്തിലേറെ ഉറങ്ങുന്നത് പോലും എരുമകളോടൊപ്പമാകുന്ന പല വില്ലേജുകളിലും നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ നമ്മുടെ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ എന്റെ അഭിവന്യരായ ഗുരുവര്യർ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ ലോകത്തിന്റെ എന്നല്ല ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നമ്മൾ സഞ്ചരിച്ചപ്പോൾ ഈ മഹത്തുക്കളായ ഔലിയാക്കളുടെ മദതും നെളുറുമെല്ലാം നമ്മളൊക്കെ അനുഭവവേദ്യമായ കാര്യമാണ്. എല്ലാ തലങ്ങളിലും ആ മുജാലസത്താണ് നമ്മെ വഴി നടത്തേണ്ടത്. നമ്മുടെ നാട്ടിലെ മദ്രസകൾ നോക്കൂ നിങ്ങൾ, ഇവിടെ തന്നെ മദ്രസകൾക്ക് ചെറിയ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഹാജയുടെ പേരിൽ ഒരു മജ്ലിസ് സംഘടിപ്പിച്ചപ്പോൾ അതിന് പരിഹാരമായി. അവര് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, പുതിയ കാലത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദീനീ ദഅവത്തിന്റെ വ്യക്തമായ അടയാളമാണ്. അതുകൊണ്ട് അവരില്ലാത്ത ഒരു ജീവിതം നമ്മളിൽ ഉണ്ടാകരുത്. അത് അല്ലാഹുവിനോട് അടുപ്പിക്കാനുള്ളതാണ്. സ്വാലിഹീങ്ങളെ മുഴുവൻ നമ്മൾ മുറുകെ പിടിക്കണം. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം, അന്നഹിയു അൻ മുജാലസതി മൻ യുതഅദ്ദാ ബിമുജാലസതിഹി ഫിദ്ദീനി വദ്ദുനിയാ. ദീനിലും ദുനിയാവിലും എടങ്ങേറുണ്ടാക്കുന്ന ആളുകളോട് സഹവസിക്കാൻ പാടില്ല. ദീനും ദുനിയാവും നഷ്ടപ്പെടുന്ന ആളുകളോട് സഹവസിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ ഹവാരിയീങ്ങളോട് പറയുന്നുണ്ട്, ലാ തുജാലിസുൽ മൗതാ ഫതമൂതു ഖുലൂബുകും. നിങ്ങൾ ചത്തുപോയവരോട് കൂടെ ഇരിക്കാൻ പാടില്ല. അപ്പൊ അവര് ചോദിച്ചു, മനിൽ മൗത, ആരാണ് ഈ ചത്തുപോയ ആളുകൾ? ചത്തുപോയവരോട് കൂടെ നിങ്ങൾ ഇരുന്നാൽ നിങ്ങളുടെ കൽബ് ചത്തുപോകും. അവര് ചോദിച്ചു, ആരാണ് ഈ ചത്തുപോയ ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ ആരാണ്? ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അർറാഗിബൂന ഫിദ്ദുനിയ, ദുനിയാവിൽ വല്ലാത്ത പ്രതിപത്തിയുള്ള ആളുകൾ, ദുനിയാവിന് വേണ്ടി ആഖിറത്തിന് യാതൊരു മൂല്യവും വിലയും കൽപ്പിക്കാതെ, എല്ലാ വേണ്ടാത്തരങ്ങൾക്കും യാതൊരു പ്രശ്നവുമില്ലാതെ, എല്ലാ വേണ്ടാത്തരങ്ങൾക്കും വേണ്ടി വേണ്ടാത്തരങ്ങൾക്കും പിറകിൽ പോകാൻ ഒരു മടിയുമില്ലാത്ത ആളുകളുടെ കൂടെ നമ്മൾ കൂടുമ്പോൾ, അവരുടെ കൂടെ കച്ചവടത്തിനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും സൗഹൃദമാണെങ്കിലും, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അലൈക്കും ബിൽ ഇഖ്വാൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നത് കാണാം, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ, നിങ്ങളുടെ സഹവാസം തെരഞ്ഞെടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ആരെങ്കിലും കൂടെ കൂടരുത്, അവൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഞാൻ അതിലേക്ക് പോകൂല എന്ന് പറയുന്നതിലായില്ല. നമ്മുടെ സഹവാസങ്ങൾ അത് സ്വാലിഹീങ്ങളോട് കൂടെയാകണം. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഓരോരുത്തരും അവരുടെ കൂട്ടുകാരുടെ ജീവിത രേഖയിലാണ്. കൂട്ടുകാരൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ. അതുകൊണ്ട് നമ്മുടെ കൽബ് ചത്തുപോകുന്ന കൂട്ടുകെട്ട് നമുക്ക് പാടില്ല. നമ്മുടെ കൽബിന് ജീവൻ കിട്ടുന്ന മജ്ലിസുകൾ ഉണ്ടാകണം. അങ്ങനെ സ്വാലിഹീങ്ങളോട് കൂടെ സഹവസിക്കണം. അൽഖമ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പെട്ടവരാണ്. ബഹുമാനപ്പെട്ടവര് പറയുന്നത് കാണാം, ഇസ്ഹബ് മൻ ഇദാ സഹിബ്തഹു സാനക. നീ നിന്നെ
നീ ആരോടെങ്കിലും സഹവസിച്ചാൽ അവർക്ക് നിന്നെ നന്നാക്കാൻ കഴിയുന്നവരോടെ സഹവസിക്കാൻ പാടുള്ളൂ. സാലിഹീങ്ങളുടെ മജ്‌ലിസുകളിൽ പോയി സംബന്ധിക്കണം. ചില ഉലമാക്കൾ പറയുന്നത് കാണാം, ദീനിന്റെ കാര്യത്തിൽ ഉപകാരപ്പെടുന്നവരോടല്ലാതെ സഹവസിക്കരുത്. മുഹമ്മദ് ബിൻ വാസിഅ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മാ ബഖിയ ഫിദ്ദുനിയ ശൈഉൻ അലദ്ദ ബിഹി ഇല്ല സ്വലാത്തുൽ ജമാഅ വലുഖിയുൽ ഇഖ്വാൻ. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ആനന്ദകരമായി അവശേഷിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ജമാഅത്ത് നിസ്കാരമാണ്, രണ്ടാമത്തേത് നല്ല നല്ല സ്വാലിഹീങ്ങളായ ആളുകളെ കണ്ടുമുട്ടലാണ്. ഉസ്താദുമാരോടുള്ള സഹവാസം വേണം, സ്വാലിഹീങ്ങളോടുള്ള സഹവാസം വേണം. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയാണ്, ലം യബ്ഖ മിൻ റൂഹിൽ ദുനിയാ ഇല്ലാ തലാത്ത് ലിഖാഉൽ ഇഖ്വാൻ. ദുനിയാവിൽ അവശേഷിക്കുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് സ്വാലിഹീങ്ങളോടുകൂടെ സഹവസിച്ചതാണ്. ഖുർആൻ തഹജ്ജുദും ഖുർആൻ ഓതിക്കൊണ്ടുള്ള തഹജ്ജുദാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യുന്ന ദിവസങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ആ നിലക്ക് എല്ലാ ഗണങ്ങളിലും അല്ലാഹുവിനോട് ബന്ധമുണ്ടാകുന്ന ബന്ധങ്ങൾ ഉണ്ടാകണം. നമ്മുടെ വീടുകളിൽ സ്വാലിഹീങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഉണ്ടാകണം. ജൽസത്തുൽ മഹബ്ബ എന്ന പേരിലുള്ള സദസ്സുകൾ നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടാകണം. എല്ലാ ആഴ്ചകളിലോ മാസങ്ങളിലോ വീടുകാർ ഒരുമിച്ചിരുന്നു കൊണ്ട് സ്വാലിഹീങ്ങളുടെ മനാഖിബുകൾ ചൊല്ലണം, അവരുടെ മൗലിദുകൾ ചൊല്ലണം. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുന്ന നല്ല നല്ല ബൈത്തുകളുണ്ട്, അവിടുത്തെ പരിചയപ്പെടുത്തുന്ന ജീവിതത്തിന്റെ വഴികളുണ്ട്. എല്ലാം നമ്മൾ പരിചയപ്പെടുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമാവുക. അതുകൊണ്ട് വീടുകളിലെല്ലാം സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുന്ന സദസ്സുകൾ ഉണ്ടാകണം, അവരെ പറയുന്ന നല്ല നല്ല സംഗമങ്ങൾ ഉണ്ടാകണം. അതാണ് നമ്മുടെ ഖൽബിന് ജീവൻ കിട്ടാനുള്ള വഴി. ആ സ്വാലിഹീങ്ങളോടുള്ള സഹവാസവും അവരോടുള്ള ബന്ധവുമെല്ലാം നമുക്ക് അല്ലാഹുവിനോട് ബന്ധപ്പെടുത്താനുള്ള ഏക വഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു നമ്മൾക്ക് അവരോടുള്ള മഹബ്ബത്ത് കൊണ്ട് രക്ഷപ്പെടുത്തി തരട്ടെ. അവരോടുള്ള മഹബ്ബത്തുള്ളവരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി തരുമാറാവട്ടെ.